പഴയ സിനിമാ സംവിധായകൻ വിജി തമ്പി അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയൊരു അമിട്ട് പൊട്ടിച്ചു. അമിട്ടെന്ന് പറയുമ്പോൾ ചെറിയ അമിട്ടല്ല, 200 കോടി രൂപയുടെ അമിട്ടാണ് അദ്ദേഹം പൊട്ടിച്ചത്. അദ്ദേഹം കുറെ നാളായി ചെറിയ പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ സംഘികൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല. സംഘികൾ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ട് അദ്ദേഹം 200 കോടി രൂപയുടെ ഒരു അമിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. സംഘികൾ എടുത്തുയർത്തി അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ പോലെ വലിയ മഹാനാക്കി മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. മലയാള സിനിമയിലെ ഒരു നടിക്ക് ഇസ്ലാമിലേക്ക് വരുന്നതിന് വേണ്ടി 200 കോടി രൂപ ആരോ ഓഫർ ചെയ്തെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തമ്പി സാറേ, 200 കോടി രൂപ ഉണ്ടെങ്കിൽ 25,000 പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അറിയാം. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്നറിയാം, ഇസ്ലാമിൽ അങ്ങനെ ആളെടുക്കാൻ പറ്റൂല. പൈസ കൊടുത്ത് സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി സമ്മാനങ്ങൾ കൊടുത്ത് അങ്ങനെയൊന്നും ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാനേ പറ്റില്ല. അത് നിയമവിരുദ്ധമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിലെ ആള് തികഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ തൽക്കാലം ആള് എടുക്കാനുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദൊക്കെ വന്നില്ലേ, അങ്ങനെ കുറെ ആളുകൾ പെട്ടെന്ന് വന്നേ, കുറെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഇനി എടുക്കുന്നില്ല ആള്. പിന്നെ അതിൽ കുറച്ച് ആളുകൾ ഇതേ മറ്റേ യമനിലേക്ക് പോയതുകൊണ്ട് ഒഴിവുണ്ടായിരുന്നു. അതും ഇപ്പൊ അടുത്തയിടെ എടുത്ത് അത് ക്ലോസ് ചെയ്തു ഞങ്ങൾ, മനസ്സിലായോ? അതുകൊണ്ട് ഇനി എടുക്കുമ്പോൾ സാറിനോട് പറയാം. അപ്പൊ ആ നടിയോട് വരാൻ പറഞ്ഞാൽ മതി. പക്ഷെ ഞങ്ങൾ കാശ് അങ്ങോട്ട് കൊടുക്കൂല കേട്ടോ. എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ മേടിക്കുന്നല്ലാതെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് എടുക്കുന്ന പരിപാടിയില്ല. പൈസ കൊടുത്തും സ്വാധീനിച്ചൊക്കെ ആളെടുക്കുന്നുണ്ട്. അത് ഈ മതം അല്ല, സാറിന് പെശക് പറ്റി. ഇത് വേറെ ഏതോ മതമാണ്. അവര് ഈ അമേരിക്കൻ മാവും വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഗുളികയും അതുപോലെ ഒരു ജോഡി ഡ്രസ്സ് 10 കിലോ അരിയൊക്കെ കൊടുത്തിട്ട് മതത്തിലേക്ക് ആളെടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പുട്ടടിച്ച് കഴിയുമ്പോൾ തിരിച്ച് പഴയ മതത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഞങ്ങൾ ആളെ എടുക്കുന്നേ ഇല്ല. എവിടെ നോക്കിയാലും മുസ്ലിങ്ങളാണെന്നേ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 30 കോടി മുസ്ലിങ്ങൾ, ലോകത്ത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ 200 കോടി മുസ്ലിങ്ങളുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും മുസ്ലിങ്ങൾ തടഞ്ഞിട്ട്, യുവമാരെ തടഞ്ഞിട്ട് ഒരു രക്ഷയില്ല സാറേ. അതുകൊണ്ട് ഞങ്ങൾ കുറെ എണ്ണത്തിന് വാരി കൊണ്ടുപോയി അറബിക്കടലിൽ തട്ടിയാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് ഇനി ഒരു നരന്ത് സിനിമാ നടി, ഈ സിനിമാ നടിയെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ? വല്ല ബ്രാൻഡ് അംബാസഡർ ആക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മമ്മൂട്ടിയില്ലേ, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ എടുത്ത് ആക്കൂലേ? അല്ലാതെ ഇപ്പൊ ഈ പുതിയ പൈസ കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് വേണോ? ഞാൻ ആ പരിപാടി ഇസ്ലാമിലില്ല. അതുകൊണ്ട് സാറ് അങ്ങനെ ഇത് ഇസ്ലാമിനെ പറ്റി എന്താണെന്നൊന്നും സാമാന്യം ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങൾക്കറിയാം സാറിന് സംഘികളുടെ ഇടയിലൊന്ന് കയറി പറ്റാനുള്ള അടവാണെന്ന്. പക്ഷെ അതിന് പറ്റിയ അടവ് നോക്കിയിട്ടേ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോഴത്തെ സംഘി കുട്ടന്മാരുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ചെറുപ്പക്കാരായ കുട്ടന്മാരോട് ചോദിച്ച് നല്ല പുതിയ നമ്പറുകൾ ചോദിച്ചു മനസ്സിലാക്കി. അല്ലാതെ പഴയ ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ബീഫ്, മറ്റേ സ്വർഗത്തിലെ ഹൂറി, മറ്റത് മറിച്ചത്, പ്രവാചകൻ 12 കെട്ടി, ഇതൊക്കെ പറഞ്ഞാലൊന്നും ആരും ഇപ്പൊ പഴയതുപോലെ അങ്ങോട്ട് പരിഗണിക്കുന്നില്ല. അപ്പൊ സാർ പുതിയ നമ്പറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് പോവാം, എന്നിട്ട് തള്ളി നോക്കും. പിന്നെ വേറൊരു കാര്യം കൂടി സാറിനോട്, അതെന്റെ ഇഷ്ടം കൊണ്ട് പറയണേ കേട്ടോ. ഈ 200 കോടിയൊക്കെ സാർ അങ്ങോട്ട് തള്ളിയാലേ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ജാമായി പോകും. ഈ തള്ളുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സാറിന്റെ ഹബ്ബ് അങ്ങോട്ട് തള്ളിപ്പോകും. ഹബ്ബ് തള്ളിയാൽ പിന്നെ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും ശരിയാവില്ല. അപ്പൊ തള്ളുമ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 2 ലക്ഷം അല്ലെങ്കിൽ ഒരു കൂടി വന്ന ഒരു 25 ലക്ഷം വരെ തള്ളിക്കോ. പയ്യെ ഞെരുങ്ങി കടന്നു വരും. സാറിന്റെ പ്രായം വെച്ചാട്ടോ ഞാൻ ഈ പറയുന്നത്. ഈ TG മോഹൻദാസിനെ പോലെ ഒക്കെ ഉള്ള ഒരു പ്രായമാണല്ലോ സാറിനുള്ളത്. അപ്പൊ അതുപോലെ ഇങ്ങനെ അങ്ങോട്ട് തള്ളുമ്പോൾ പതുക്കെ തള്ളിയില്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഹബ്ബ് തള്ളിയാൽ പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ കുഴിയിലേക്ക് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയ നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് പോകാം, അതായിരിക്കും നല്ലത്. കേട്ടോ സാറേ? ഞാൻ ഈ സാറേന്ന് ചുമ്മാ വിളിച്ചതല്ല കേട്ടോ. കേട്ടോ സാറേ?